അഡ്വക്കേറ്റ് ശാന്താറാം ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് എൻ്റെ ലെഫ്റ്റ് നീ തീരെ വയ്യാതിരിക്കുകയായിരുന്നു. എനിക്ക് ഈവൻ കോടതികളിൽ പോലും പറ്റാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവസാനം 2-3 കൺസൾട്ടേഷൻ നടത്തി, ഡോക്ടേഴ്സിനെ കാണിച്ചു, MRI എടുത്തു. അപ്പോൾ പലരും പറഞ്ഞത് ബിയോണ്ട് റിപ്പയർ ആണെന്നാണ്, അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഈ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ വിഷ് ലിസ്റ്റിൽ കുറേ ട്രെക്കിങ്ങുകളുണ്ട്. അപ്പം ഡോക്ടർ അജയ്ക്ക് അറിയുകയും ചെയ്യാം, അജയ് കുമാറിന് അറിയാം. ഞാൻ നേരത്തെ കഴിഞ്ഞ റൈറ്റ് നീക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സക്സസ് ആയതുകൊണ്ടാണ് എനിക്ക് അറൗണ്ട് 13,000 ഫീറ്റുള്ള കേദാർകാന്ത് എത്താനായത്, ദാറ്റ് ടു വിൻ്റർ സീസൺ. അപ്പം ശരിക്കും പ്രോപ്പറായിട്ടല്ല ഇതുള്ള ഫാക്കൽറ്റീസുള്ള ആളുകൾക്ക് പോലും പോകുമ്പോൾ വഴുതി വീഴാവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത്ര പോലും എനിക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നെ ഒരു ഡോക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാവശ്യം അതേപോലെ തന്നെ എന്തായാലും ആര് ചെയ്യുകയാണെങ്കിലും ഡോക്ടറെ കൊണ്ടേ ചെയ്യിക്കുള്ളൂ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ഇത് പറഞ്ഞു, കോൺട്രോ ഫില്ലർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്താലൊരു പക്ഷേ അത് സക്സസ് ആവുകയാണെങ്കിൽ നമ്മളെ നീ റീപ്ലേസ്മെൻറ്റ് വരെ മാറ്റി വെക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ ഒരു ഡോക്ടറെ ആ ഉറപ്പിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്തതും ഇവിടെ വന്നതും. ഇത് ഡോക്ടറെ വാക്കുകൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. എനിക്കത് നല്ല രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്നായിട്ട് ചെയ്തു എന്നും ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അടുത്ത പ്രോഗ്രാമുകളിലും പോകാം, ട്രക്കിങ്ങിൽ പോകാം. ഇനി എൻ്റെ ഒരു എയിം എന്താണെന്ന് വെച്ചാൽ നേപ്പാളിൽ മുക്തിനാഥ് ഉണ്ട്, ദാറ്റ് വിൽ കം അറൗണ്ട് 14,000 ഫീറ്റ്. അതൊന്ന് അച്ചീവ് ചെയ്യണമുണ്ട്. താങ്ക് യു ഫോർ യുവർ exceptional service and care during my stay here. Thank you all.